നിങ്ങൾ ക്ലിപ്പിങ്ങോട്ട് തരീൻ, ആ സമയത്തോ വായി നോക്കിയിരിക്കുക, കോടതി പിരിയുമ്പോൾ കഥ പറയുക. എന്താ ചങ്ങായിമാർ നിങ്ങളെ കഥ? നമ്മളെ ചോദ്യം ഇതാ, ആരും മറക്കണ്ട. അഖീദത്തുസ് സുന്നയിൽ ഇസ്തിഗാസയെ വിശദീകരിച്ച പൂർവിക ഇമാം ആരാണ്? ഈ നെല്ലിക്കുത്ത് കൊടുത്തത് എവിടെയെന്ന് ചോദിച്ചിട്ട് ബബ്ബ ഇല്ല, മറുപടിയില്ല. ഇതിന് ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നെല്ലിക്കുത്ത് മുസ്ലിയാർ എഴുതിയത് ചവറാണ്, ഞങ്ങളിത് വലിച്ചെറിയുന്നു ചവറിലേക്ക്, ഞങ്ങൾക്കത് വേണ്ട, അത് ഞങ്ങൾക്ക് വേണ്ട, ആ നിർവചനം ഞങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് വലിച്ചെറിയുന്നു ചവറിലേക്ക്, ഞങ്ങൾക്കത് വേണ്ട, അത് ഞങ്ങൾക്ക് വേണ്ട, ആ നിർവചനം ഞങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പുതിയൊരു പുസ്തകം പറയാൻ പാടില്ലാത്ത ചരിത്രങ്ങൾ ആരാ എഴുതിയത്? ശൈഖ് അബ്ദുറഹ്മാൻ ബാബ ഇബ്നു മുഹമ്മദുൽ മലൈബാരി, കോടമ്പുഴ ബാബുവയിലേർ എഴുതിയ പുതിയ പുസ്തകം. ഇതിൽ ആവതാരിക എഴുതിയതോ ആമുഖ എഴുതിയോ ഒക്കെ വലിയ വലിയ ആൾക്കാരാണ്. ഒന്ന് കാന്തപുര അബിബക്കർ മുസ്ലിയാർ, ഒന്ന് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, മറ്റൊന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഇതിന്റെ പ്രമേയം എന്താ? ബുദ്ധിക്ക് യോജിക്കാത്ത പല സംഭവങ്ങളും നമ്മൾ പറയുന്ന കഥകളിലുണ്ട്, അത് പറയാൻ പാടില്ല. എന്നിട്ട് നോക്കുകൾ, നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന യഹ്ഫൂർ എന്ന കഴുതയുടെ സംഭവമല്ലേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞ യഹ്ഫൂർ എന്ന് പറഞ്ഞ ആ കഴുതയുടെ സംഭവത്തെ കുറിച്ച് പ്രത്യേകം ഹെഡിങ് ഖിസ്സത്ത് യഹ്ഫൂർ, പറയാൻ പാടില്ലാത്ത ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ഹബീബായ തങ്ങളുടെ കഴുതയായിരുന്ന യഹ്ഫൂറിന്റെ സംഭവം, പറയാൻ പാടില്ല എന്നാ പറഞ്ഞു. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് പിന്നെ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ, ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശാലമായി പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ, ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശാലമായി പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ, ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശാലമായി പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യാം. വിമർശിക്കപ്പെട്ട തരീഖത്തുകൾ എന്നിട്ട് 21ഓളം വരുന്ന തരീഖത്തുകളുടെ പേര് ഇവരോരോ പേരണ്ടിട്ടില്ല ഓരോ തരീഖത്തിന്. എന്നിട്ട് സർവ്വ മശായിഖന്മാരെയും ശാപം വലിച്ചു കയറ്റാൻ ഇത്രയും നശിച്ചൊരു ബുക്ക് ഈ ഉമ്മത്തിന് സമ്മാനിച്ച ഈ ലക്ഷണം കേട്ട പൊന്മുളക്കാരൻ, നശിച്ചൊരു ബുക്ക് ഈ ഉമ്മത്തിന് സമ്മാനിച്ച ഈ ലക്ഷണം കേട്ട പൊന്മുളക്കാരൻ, നശിച്ചൊരു ബുക്ക് ഈ ഉമ്മത്തിന് സമ്മാനിച്ച ഈ ലക്ഷണം കേട്ട പൊന്മുളക്കാരൻ. കിതാബ് വലിച്ചെറിയാന്നുള്ളത് ഏത് കള്ളന്മാരും സ്വഭാവമാണ്. വഹാബികൾ എത്ര കിതാബ് വലിച്ചെറിയാൻ നമ്മൾ കണ്ടതാണ്. അത് ഇവരെ മാത്രം സ്വഭാവമല്ല, ഇവരെ പാരമ്പര്യമാണത്. ഇവര് പണ്ട് നൗഷാദ് തന്നെ ഒരു എപ്പിസോഡ് വരെ ഇറക്കീനി ഇബ്നു തൈമിയനെ മദ്ഹ് പറഞ്ഞിട്ട്. ഇബ്നു തൈമിയ വഹാബിയാക്ക് ഞങ്ങൾ നോക്കണ്ടെന്ന് വഹാബികളോട് അടക്കം പറഞ്ഞിനി. ഇബ്നു തൈമിയ വഹാബി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇബ്നു തൈമിയനെ വലിയ മഹാനായി ചിത്രീകരിച്ചുകൊണ്ട് നൗഷാദ് ഒരു എപ്പിസോഡ് തന്നെ ഇറക്കിയിട്ടുണ്ട്. സമദ് പറഞ്ഞപ്പോൾ ഈ അടുത്ത് നമ്മൾ ഗ്രൂപ്പിൽ ആരോ ഇട്ടിട്ടുണ്ട് ഇബ്നു തൈമിയന്റെ ഇൽമിന്റെ ആഴും പരിപ്പൊക്കെ പറഞ്ഞിട്ട്. ആ ഇബ്നു തൈമിയ ഇതേ സ്വഭാവക്കാരനായിരുന്നു, കിതാബ് വലിച്ചെറിഞ്ഞ ആളേനി. ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയനെ പറ്റിയിട്ട് ഈ കാര്യത്തിൽ ചെയ്യേണ്ട ഒരു സംഭവം, ഇബ്നു തൈമിയ ഒരു വൈക്ക കൂടെ ഇങ്ങനെ പോവുക. അങ്ങനെ ഒരു നാട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ട് ഇയാളെന്തോ ഒരു വിഷയത്തിൽ തർക്കമായപ്പം ആ ആളുകൾ കിതാബ് ഹാജരാക്കി, നക്കല് കൊണ്ടെന്ന് ഇയാൾ നോക്കുമ്പോൾ സംഭവം ഇയാൾക്കെതിരാണ്. ഇയാൾ കിതാബ് ഒരൊറ്റേറ്. ഇതേ സ്വഭാവമാണ് ഗുരുട്ടൂരിയക്കും. ഇവർക്ക് എതിരായി വരുന്ന നക്കലുകൾ ഏതൊക്കെ കിതാബിലുണ്ട് അതൊക്കെ ഇവർ വലിച്ചെറിയും. ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാബുസ്ഥാന്റെ വലിച്ചെറിഞ്ഞില്ല. അത് ഇബ്നു തൈമിയന്റെ ആ പാരമ്പര്യം അനുസരിച്ച് വരുന്ന ആൾക്കാരാണ് വഹാബികളും ഈ കള്ളത്തൊരീക്കക്കാരൊക്കെ. ഇബ്നു തൈമിയയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഇവരുടെ ജീവിതം തന്നെ. നൗഷാദിന്റെ ഇബ്നു തൈമിയന്റെ എപ്പിസോഡൊന്ന് കേൾക്കണം, എത്ര മഹത്താ പറഞ്ഞേ. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതാണ് ഈ കിതാബ് വലിച്ചെറിയാന്നുള്ളതൊക്കെ. അത് ഇബ്നുൽ ഖയ്യിം വിവരിക്കേണ്ട വിഷയം. ഇബ്നു തൈമിയ വഹാബി നേതാവ്, മുജാഹിദുകളുടെ നേതാവ് എന്ന തലത്തിൽ കാര്യങ്ങൾ ദുർവ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ ആരാണ് ഇബ്നു തൈമിയ എന്ന് ഒരൽപ്പം വിശദീകരിക്കൽ ആവശ്യമായതുകൊണ്ടാണ് ഇന്ന് ആ വിഷയം തന്നെ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇബ്നു തൈമിയ വഹാബി നേതാവാണ്, വഹാബികളുടെ ആളാണ് എന്ന് പറഞ്ഞ് മേനി നടിക്കാൻ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നുമില്ല. ഞാൻ പറയുന്നത് വഹാബി പ്രസ്ഥാനം, ഇബ്നു തൈമിയ, ഇത് രണ്ടും ഒരിക്കലും ഒരു ബന്ധവും പെടുത്താൻ കഴിയില്ല.